ಗದಗ ತಾತ್ತಿನಂದಗ ತೈದಾರ ತಗದಿನಂದಗ ತೈದಾರ ತಾತ್ತಿನಂದಗ ತಗದಿನಂದಗ ತಾರದಿನಂಗ ತೈದಾರ ತಾತ್ತಿನಂದಗ ತೈದಾರ തകതിനന്ദക തൈതാര താത്തിനന്ദക തകതിനന്ദക താരതിനന്ദക തൈതാര ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതൊരു പുതിയ ചികിത്സാ രീതി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ ചികിത്സാ രീതി കണ്ടുപിടിച്ചവർക്ക് എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറേറ്റ് കൊടുക്കുമായിരുന്നു. കാരണം ഇത് നമുക്ക് നാട്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടൊട്ടാകെ ഇത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മകളും ഇങ്ങനത്തെ ഇങ്ങനെ കിടപ്പിലായിരുന്നു. കോഴിക്കോട് നിന്ന് നയൻതാരായി കുറച്ച് പേർ ഒരു 5-6 പേര് ഒരുമിച്ചിരുന്ന ഒരു പാട്ട് പാടിയാൽ തന്നെയല്ലേ ആ 5-6 പേർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഊർജ്ജമാണ്. അതിപ്പോൾ വലിയ ഗംഭീരമായി പാടുന്നില്ല, ഇങ്ങനെ മൂളിയാലും എല്ലാവരും കൂടി ചേർന്ന് പാടുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുഖത്തിലൊക്കെ ഇരിക്കുന്നു, പുറത്തൊന്നും ഇറങ്ങാൻ കഴിയാതെ എല്ലാവരും മുഷിഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കൂട്ടുകാരെല്ലാവരും കൂടെ വന്ന് ഇതുപോലെ പാട്ടൊക്കെ പാടിയാൽ അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്രത്തോളമാണ് നമുക്ക് പറയാൻ പോലും കഴിയില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്? അദ്ദേഹത്തെക്കുറിച്ച് കൂടി പറയൂ, സെബാസ്റ്റ്യൻ ചേട്ടനെ കുറിച്ച്. നാട്ടിലൊരു കാലത്ത് സജീവമായിരുന്നു, അതായത് സാംസ്കാരിക രംഗത്തൊക്കെ സജീവമായിരുന്ന ഒരാളാണ്. നാട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് കുറ്റ്യാടിക്കടുത്തുള്ള മരുതവങ്കരയിലുള്ള ഒരു ആളാണിത്, KC സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം ഒരുപാട് സാന്നിധ്യമായിരുന്നു സാംസ്കാരിക രംഗത്ത്. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നതിനെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരാളാണ്. നമുക്കറിയാം, നമുക്കിടയിലുള്ള ഒരാൾ തന്നെ കുറച്ച് സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കുറച്ച് സമയം ഒന്ന് സംസാരിക്കാതിരുന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, എന്ത് പറ്റി, എന്താ സംസാരിക്കാത്തത്, നിങ്ങൾ സംസാരിക്കാത്തപ്പോൾ ഭയങ്കര ബോറാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെയാണിത്. അപ്പം അങ്ങനെ നിരന്തരം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും എല്ലാവരും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഇത്. അദ്ദേഹം വീടുകളിൽ ഒതുങ്ങേണ്ടി വന്നു. സുഹൃത്തുക്കൾ അങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറായില്ല. ഇങ്ങനെ ഒരാൾ നമുക്കൊപ്പം വേണം എന്നവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു സംഘം, സ്നേഹസംഘം സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരുക്കിയത്. അങ്ങനെ പാട്ട് പാടുന്നു, പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നു. വളരെ രസമായിരുന്നു, നമുക്ക് തന്നെ കാണുമ്പോൾ സന്തോഷം തോന്നും. മുമ്പ് പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും കൂടെ പഠിച്ച സഹപാഠികൾ ഉൾപ്പെടെ ഈ ഒരു സ്നേഹസംഗമത്തിലുണ്ടായിരുന്നു. പാട്ടുപാടി അവർ പഴയ ഓർമ്മകളൊക്കെ പുതുക്കി. ഇങ്ങനെയൊക്കെ ഈ ഒരു സന്തോഷം, അദ്ദേഹത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ രോഗത്തിൽ നിന്നും ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ തിരിച്ചു വരും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നു എന്നാണ് സംസാരിച്ചത്. മെമ്പറാണ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ചികിത്സാ രീതി ഇതൊരു ചികിത്സാ രീതിയാണ്, ഈ ഒരു ചികിത്സാ രീതി എല്ലാവരും മാതൃകയാക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറേറ്റ് കൊടുത്തേനായിരുന്നു. അപ്പോൾ ആ രീതി എത്രത്തോളം അവിടെ ഫലം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ കൂട്ടായി ഒരാളെ കാണാൻ ചെല്ലുക, പാട്ടൊക്കെ പാടിയിരിക്കുക എന്നത് നമുക്ക് ഇനിയും അല്ലേ എല്ലാവർക്കും പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും അവർക്കും എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ. ശരി നയൻതാര.